ചിലർ വന്നിരിക്കുന്നത് തർക്കിക്കാൻ വേണ്ടി മാത്രമാണ്. യുക്തിസഹമായി സംസാരിക്കാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. എന്തെങ്കിലും പറയുന്നു അതിന് തർക്കിക്കുക. ഞാനൊരു വിശ്വാസിയാണ്. എന്റെ ചെറുപ്പത്തിൽ ഞാൻ വിശ്വാസി. പ്രവർത്തന കേന്ദ്രം പ്രൊഫഷണലി ഞാനൊരു ആസ്ട്രോളജറാണ്. അതെ, ഫാമിലി കൗൺസിലറാണ്. പക്ഷെ ഞാൻ എനിക്ക് പാരമ്പര്യമില്ല. ജ്യോതിഷം പാരമ്പര്യമേ അല്ല. എനിക്ക് ജ്യോതിഷത്തിനോട് എൻ്റെ വീട്ടില് ഞങ്ങൾ 5 മക്കളായിരുന്നു. ഞങ്ങളുടെ 5 പേരുടെയും ജാതകം എൻ്റെ അമ്മ എഴുതിച്ചിട്ടുണ്ട്, അച്ഛനും അമ്മയും. എൻ്റെ അച്ഛൻ പട്ടാളക്കാരനായിരുന്നു, അത് കഴിഞ്ഞ് പോലീസുകാരനായി റിട്ടയർ ആയ ആളാണ്. എൻ്റെ അച്ഛനും വിശ്വാസിയായിരുന്നു, എൻ്റെ അമ്മയും വിശ്വാസിയായിരുന്നു. പക്ഷെ എനിക്കിതിനോടൊന്നും വലിയ വിശ്വാസം എൻ്റെ ചെറുപ്പത്തിലെ വിശ്വാസം ഇല്ലായിരുന്നു. പക്ഷേ ഫെയ്ത്താണ് അല്ലെങ്കിൽ ട്രസ്റ്റാണ് നമ്മളെ അതിലേക്ക് കൊണ്ടുവന്നത്. അനുഭവങ്ങളാണ് നമ്മളതിലേക്ക് കൊണ്ടുവന്നത്. കാരണം എൻ്റെ ജീവിതം ഞങ്ങളുടെ 5 സഹോദരന്മാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് എൻ്റെ ജീവിതം വന്നപ്പോൾ, അതായത് ഏറ്റവും നല്ല നിലയിലെത്തിയെന്ന് ഞാൻ പറയുക. താങ്കളുടെ ഒരു കോർ ഏരിയ ഏതാണ്? കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന് നോക്കുകയാണ് എൻ്റെ ഗവേഷണത്തിൽ പ്രധാനമായിട്ട് പെട്ടത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മോഡേൺ സയൻസ് ഇത്രയധികം ചിരിക്കാതിരിക്കൂ. ഞാൻ നിങ്ങളുടെ ആരുടെയും അന്ധവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ അനുഭവത്തെ, എൻ്റെ വിശ്വാസത്തെ പറയുകയാണ്. എനിക്ക് വിശ്വാസം വന്നത് എൻ്റെ ജീവിതം. താങ്കൾ പ്രവചിച്ചത് ഫലിച്ചിട്ടുണ്ടോ? യെസ്, അതിൽ ഒരു വിശ്വാസമുണ്ട്. ഞാൻ പ്രവചിച്ചത് ഫലിച്ചിട്ടുണ്ട്. ആർക്കാണ് സംശയം? സത്യം പറഞ്ഞാല് ശരിക്കും റിയാലിറ്റി എന്ന് പറയുന്നത് ലോകത്തിന്റെ ഗ്ലോബൽ മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്ന 2 ഗുഡ് പ്രോഡക്റ്റ് ആണ് വിശ്വാസവും അന്ധവിശ്വാസവും. വളരെ കൃത്യമായ സോഷ്യൽ ക്യാപിറ്റലുള്ള സാധനമാണ് വിശ്വാസമായാലും അന്ധവിശ്വാസമായാലും. നല്ല മൂലധനം അല്ലേ? കൃത്യമായിട്ടും. അപ്പൊ അത് കൃത്യമായി അത് യൂസ് ചെയ്തവർക്ക് ഇവിടെ ഭൂമി അടക്കമുള്ള എല്ലാ അധികാര സ്ഥാപനങ്ങളും എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. പവർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് 2ലും ഉണ്ട്. അപ്പോൾ ഇതിനെ 2നെയും നമ്മൾ അതേ രീതിയിൽ കാണണം. ഏത് മനുഷ്യരാണോ ഇതിനകത്ത് പുറന്തള്ളപ്പെട്ടു പോയത്, ഭയത്തിൻ്റെ പേരിൽ ഭയം ജനിപ്പിച്ചുകൊണ്ട് ആത്മീയതയും വിശുദ്ധ ഗ്രന്ഥങ്ങളും വിശുദ്ധ ദൈവങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് അതിനകത്തേക്ക് കടത്തിവിടാത്ത തരത്തിലുള്ള ഗ്രേഡഡ് ഇനീക്വാളിറ്റി സൃഷ്ടിച്ച മനുഷ്യർ ഇവിടെ പുറന്തള്ളപ്പെട്ട മനുഷ്യർക്കുണ്ട്. അവർ വിശ്വാസികളാകുമ്പോഴും അന്ധവിശ്വാസികളാകുമ്പോഴും അവരുടെ ലൈഫ് അപകടത്തിലാണ്. ഇനി ഒരു നിരീശ്വരവാദി ഇവിടേക്ക് അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ദൈവം കടന്നു വന്നു, അതോടെ അവരുടെ വിഷയം തീർന്നു. അതുപോലെ തന്നെ ഒരു വിശ്വാസിയുടെ മുമ്പിലേക്കും ഇതേപോലെ തന്നെ ഉള്ളൊരു വിപ്ലവം നടക്കുമ്പോൾ അവരുടെ വിഷയം തീർന്നു. അപ്പോഴും ദൈവത്തിന്റെയും മതത്തിന്റെയും ജാതിയുടെയും വർഗത്തിന്റെയും ഭാഷയുടെയും ഒക്കെ പേരിൽ അലോ മീ ടു സ്പീക്ക്. അപ്പോൾ അവരുടെ പേരിൽ മാഡം സംസാരിച്ചപ്പോൾ മാഡത്തിന് സംസാരിക്കാൻ കൊടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ട ആളാണ്. അപ്പം എന്നെ കേൾക്കുക, ഇതാണ് ഞങ്ങളുടെയൊക്കെ പ്രശ്നം. അപ്പം അങ്ങനെയുള്ള മനുഷ്യർക്ക് അവരുടെ നാവുകൾ അറിയപ്പെടുന്നത് വിശ്വാസികളായാലും അന്ധവിശ്വാസികളാകുമ്പോഴും അങ്ങനെയുള്ളവർക്ക് അത് പ്രയോജനപ്പെടുന്നില്ല. ദൈവത്തെയും അതുപോലെ തന്നെ ദൈവവിശ്വാസികളല്ലാത്തവരെയും കൃത്യമായി മാർക്കറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത്. പിന്നെ ആഫ്റ്റർ പാൻഡമിക് ഇത് വേറൊരു വേഷത്തിലും കൂടെ വന്നിട്ടുണ്ട്, മറ്റൊരു രീതിയിലും. അപ്പോൾ ആത്മീയതയായാലും അന്ധവിശ്വാസമായാലും അതിൻ്റെ മാർക്കറ്റ് ഇവിടെ കൃത്യമായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നതും. അതും ഒരു റിയാലിറ്റിയാണ്. അതിനെ മനസ്സിലാക്കുക. അതിൽ പുറന്തള്ളപ്പെട്ടു പോകുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങൾ കൊണ്ട് ഈ 2 കൂട്ടരും സംസാരിക്കില്ല. അതാണ് എനിക്കുള്ള അഭിപ്രായം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.